ഹലോ മാക്സി ബിറ്റ് എടുക്കുന്ന എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഡി സി എമ്മിൻ്റെ മെറ്റീരിയൽസ് എന്താണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്നുള്ളത്. അപ്പോൾ ഡി സി എമ്മിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കോട്ടണിൽ കുറച്ചുകൂടി ക്വാളിറ്റി കൂടിയിട്ടുള്ള മെറ്റീരിയലാണ് ഡി സി എമ്മിൻ്റെ മെറ്റീരിയൽ. പൊതുവേ നമ്മളെ ആ ഒരു മാക്സി മെറ്റീരിയൽ സാധാ മാക്സി ബിറ്റിനേക്കാളും കോട്ടൺ മാക്സി ബിറ്റിനേക്കാളും കുറച്ച് റേറ്റ് കൂടിയിട്ടുള്ളതാണ്. കുറച്ചെന്ന് പറയുമ്പോൾ ഓവറായിട്ടൊന്നുമില്ല, ഒരു 10 രൂപൻ്റെ 15 രൂപൻ്റെ ഒക്കെ വ്യത്യാസം ഉണ്ടാവും ഡി സി എമ്മിൻ്റെ മെറ്റീരിയലിന്. ഇത് അധികവും വരാറുള്ളത് നമ്മളെ ചുങ്കിടി ബാട്ടിക്ക് ആ ഒരു ഇതിലാണ് ഡി സി എം എന്ന് പറഞ്ഞിട്ട് വരാറുള്ളത്. അപ്പോൾ ഈ ഡി സി എമ്മിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് വാഷിനൊക്കെ നല്ലോണം ആ ഒരു കളർ ഫെയ്ഡാവും. പക്ഷേ അത് നമ്മൾ ഓരോ വാഷ് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ നല്ല ബ്രൈറ്റായിട്ട്, അതായത് ആ പോയ കളർ നല്ല തെളിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് ഡി സി എം. അപ്പോൾ ഡി സി എമ്മിൻ്റെ ഇത് എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട. പിന്നെ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ആ ഒരു കളർ പോകുന്നത് കണ്ടിട്ട് ആരും വിചാരിക്കേണ്ട ആ ഒരു മാക്സി ഒന്നായിട്ട് എന്താ പറയുക നരച്ചു പോകാമെന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ ഒന്നാവുന്നുള്ളത്. പക്ഷേ അങ്ങനെ ഒന്നും സംഭവിക്കില്ല. കുറേ നമുക്ക് ലാസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു മെറ്റീരിയലും കൂടിയാണ് ഡി സി എമ്മിൻ്റെ നൈറ്റി മെറ്റീരിയൽസ്. പിന്നെ ആണെങ്കിൽ ഇത് എന്ന് പറഞ്ഞാൽ കുറച്ചൊരെല്ലാം ഒരു ഡാർക്ക് കളർ ആ ഒരു ഷെയ്ഡിലായിരിക്കും വരും, ഒന്നും ഒരു ലൈറ്റ് കളർ ഷെയ്ഡിലൊന്നും വരാറില്ല. അതുകൊണ്ടാണ് നമുക്കത് കളർ പോകുമെന്നുള്ള ആ ഒരു ടെൻഷൻ. പിന്നെ നെക്സ്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ ആൽഫൈൻ മെറ്റീരിയലാണ്. അപ്പോൾ അത് ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ടുണ്ട്, എന്താണ് ഈ ആൽഫൈൻ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഇന്തോനേഷ്യൻ മെറ്റീരിയൽ പോലെയുള്ള ഒരു മെറ്റീരിയലാണ് ആൽഫൈൻ മെറ്റീരിയൽ. നമ്മളെ റയോൺ മെറ്റീരിയലിൻ്റെ കുറച്ചൊരു സെയിം ആയിട്ട് തോന്നും. പക്ഷേ ഈ ഒരു ആൽഫൈൻ്റെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ പറയാന്നുണ്ടെങ്കിൽ നമ്മൾ പറയില്ല ഇങ്ങനെ ഒരിഞ്ഞ് കളിക്കുന്ന ആ ഒരു മെറ്റീരിയൽ എന്നൊക്കെ പറയില്ല, അതായത് ശരീരത്തിൽ നിൽക്കാത്ത മെറ്റീരിയൽ. ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടാലൊക്കെ നല്ല കംഫർട്ടായിരിക്കും കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ശരീരത്തിനോട് ഇങ്ങനെ ഒട്ടിക്കിടക്കുന്ന ഒരു മെറ്റീരിയലാണിത്. പിന്നെ ആണെങ്കിൽ നമ്മളിപ്പോൾ കോട്ടണിന് സ്റ്റിച്ച് ചെയ്യുമ്പോഴും നമ്മൾ ലെങ്ത്തൊക്കെ എടുക്കുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 56 സൈസുള്ളൊരു നൈറ്റി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 58 ആക്കിയിട്ടാണ് അത് കട്ട് ചെയ്യാറുള്ളത്. പക്ഷേ നമ്മൾ ഒരു ആൽഫൈൻ മെറ്റീരിയലാണ് എടുക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 56 ലെങ്ത്തുള്ള മാക്സി ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 57 അങ്ങനെയൊക്കെ എടുത്താൽ മതി. കാരണം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുരുങ്ങിപ്പോകില്ല, അതായത് കയറി പോകില്ല. നമ്മളൊരു വാഷൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ കോട്ടൺ നൈറ്റിൻ്റെ ഒരു കംപ്ലീറ്റ് വേഗം കയറി പോകുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇത് അങ്ങനെ ആവില്ല, ഇത് ജസ്റ്റ് ഒന്നും കൂടി ഒരു ഇറക്കം കൂടി വരാണ് നമുക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക എല്ലാവരും. അതിപ്പോൾ നമ്മൾ ചെസ്റ്റ് അളവ് എടുക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ മതി, 1 ഇഞ്ചൊക്കെ കൂട്ടിയാൽ മതി കേട്ടോ. അല്ലാതെ നമ്മളിതിങ്ങനെ സൈഡ് ഇങ്ങനെ തൂങ്ങി വരുന്നൊരു മെറ്റീരിയലാണ്. പക്ഷേ ഉപയോഗിക്കാൻ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലും കൂടിയാണ് ഈ ഒരു ആൽഫൈൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് ഡി സി എമ്മും ആൽഫൈൻ മെറ്റീരിയലും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം കുറേ ആൾക്കാർ ഇങ്ങനെ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ നമ്മൾ ഒരു വാട്സപ്പിൽ പി എം ആയിട്ടാണ് വരാറുള്ളത്. വീഡിയോ ആയിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആവുമല്ലോ എന്ന് കരുതിയിട്ടാണ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.